ഇപ്പോഴും ആ ഫയർ ഉണ്ടോ? അതായത് ഒരു സീൻ കൊണ്ട് എത്ര വേണമെങ്കിൽ പുഷ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫയർ, അതായത് ഇപ്പൊ വിജയിച്ചൊരു സംവിധായകൻ എന്ന് പറയുമ്പോ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോഴും ആ എന്താ പറയാ ബാക്ക് ടു സ്ക്വയർ ഒന്നീന്ന് തുടങ്ങാനുള്ള ആ ഒരു ആവേശം ലാൽ ജോസിന് അതുപോലെ തന്നെ ഉണ്ടോ? ഞാൻ ഇനി ഒന്നേന്ന് തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. അല്ല, സീരിയസ്ലി ഒരു സംവിധായകനായിട്ട് 27 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഒരു സെക്ഷൻ അവസാനിച്ചു. അത് കഴിഞ്ഞ് അവസാനിച്ചിട്ട് 3 വർഷമായി. ഇനി ഞാൻ തുടങ്ങുന്ന സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഫ്രഷ് സ്റ്റാർട്ടാണ്. എല്ലാ സിനിമയും ആദ്യത്തെ സിനിമയാണ്. അതാണ് എൻ്റെ ബേസിക് സാധനം. നിങ്ങൾ ഏത് സിനിമയും, ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ഓരോ സിനിമയും എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളൊരു കഥ വീണ്ടും ചെയ്തിട്ടില്ലല്ലോ. എല്ലാ കഥയും പുതിയതാണ്, എല്ലാ സന്ദർഭങ്ങളും പുതിയതാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇത്രയും സിനിമ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആവാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ സ്ട്രെയിൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത സമയത്ത് ആ ഫയർ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് സിനിമ ചെയ്യാൻ കഴിയാണ്ടാവും. നിങ്ങൾക്ക് പ്രൊഡ്യൂസറും ഡേറ്റും ആർട്ടിസ്റ്റിന്റെ ഡേറ്റും തിരക്കഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫയർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇത് ഭയങ്കര ടയറിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. ഇപ്പൊ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ 58 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം രാവിലെ 6 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ട് രാവിലെ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് രാവിലെ ഏർലി മോർണിംഗിൽ ഡേ സീൻ ആരംഭിച്ചിട്ട് 10 മണിക്ക് ബ്രേക്ക് ചെയ്തിട്ട് എല്ലാവരും റൂമിൽ പോയി ടോയ്ലറ്റ് പോക്കും കുളിയും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത ദിവസം ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അങ്ങനെ 3 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം രാത്രി ഒരു 12 മണിയൊക്കെ കഴിയുമ്പോൾ ഞാനും രാജീവ് രവിയും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റും ബാക്കി അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ അവിടെ വീണ് പോയിട്ടുണ്ടാവും. അവരൊക്കെ യങ്സ്റ്റേഴ്സാണ്. നമ്മളെക്കാൾ ആവറേജ് ഒരു 25 വയസ്സ് പ്രായമുള്ളവരാണ് എല്ലാവരും. അവരൊക്കെ വീണ് കിടന്നുണ്ടാവും. നമ്മൾ പ്രായമുള്ള ആൾക്കാരാണ് അവിടെ വടി പോലെ നിൽക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ ഉള്ള ഫയർ നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? നമ്മൾ അറിയില്ല. ഈ 58 മണിക്കൂർ കണ്ടിന്യൂസ് ഷൂട്ടിങ്ങിൻ്റെ അവസാനം പോയി കിടന്നാൽ പിന്നെ ഒരു ഉറക്കം ഒരു 4-5 മണിക്കൂറാണ് പിന്നെ നമുക്ക് ഉറങ്ങാൻ കിട്ടുക. അടുത്ത ഷൂട്ടിങ്ങിന് വീണ്ടും പുറപ്പെടണം. ആ 6 മണിക്കൂറുള്ള ഉറക്കം എന്ന് പറയുന്നത് മരണമാണ്. കൊണ്ടുപോയി പുഴയിലിട്ടാൽ അങ്ങനെ കല്ലുപോലെ താണു, അങ്ങനെ മരിച്ചു കിടക്കുകയാണ് 6 മണിക്കൂർ. അപ്പം അത് സാധിക്കുന്നത് പുറമേന്ന് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് വന്നു. അയാൾ എന്തൊരു ഡെഡി, അയാൾ എന്നല്ല, ലോകത്തെ എല്ലാ ഡയറക്ടേഴ്സിനും അങ്ങനെയാണ്. 95 വയസ്സിൽ ക്ലിന്റ് ഈസ്റ്റ്വുഡ് പുതിയ പടം ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. അയാളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് ആ ഫയറാണ്. ദാറ്റ്സ് ദ സീക്രട്ട്. താങ്ക് യു. മാസ്റ്റർ ക്ലാസ് കിട്ടി. പുതിയ ആളുകളുടെ ചിന്ത അല്ലെങ്കിൽ പുതിയ ആളുകളുടെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്ത നേരെ പോകുന്നത് കൊച്ചിയിലെ മെട്രോ ഓടുന്ന ഷോട്ടിലേക്കൊക്കെയാണ് ഇപ്പൊ അധികം പോവുക. പക്ഷെ ഒരു ഇടനാഴികയും അല്ലെങ്കിൽ മരത്തിന്റെ കൂണിപ്പടിയൊക്കെ ഉള്ള ഒരു തറവാട് പോലത്തെ ഒരു വീട്, അവിടെ കുശുമ്പും കുന്നായ്മയൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സ്, ഇത് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ 85 മലയാള സിനിമയുടെ പുഷ്കര കാലഘട്ടത്തും 90കളുടെ അവസാനമൊക്കെയാണ്. അതിനുശേഷം അത് അധികം വിസിബിൾ അല്ല. എങ്ങനെ ഇങ്ങനെ ഒരു സെറ്റിംഗ് പിടിക്കാം? അത് ഈ പ്രിയദർശൻ സാറിൽ നിന്നും അല്ലെങ്കിൽ രാജസേനൻ സാറിൽ നിന്നൊക്കെ കിട്ടിയ ഇൻസ്പിറേഷൻ അവിടെ നിന്നാണോ വരുന്നത്? അതൊക്കെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് മൂവി പൊന്മുട്ടയിടുന്ന താറാവ് സിനിമയാണ്. എനിക്കത് എത്ര കണ്ടാലും എടുക്കാത്ത ഒരു സ്ഥലം. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിപ്പോഴും സെറ്റ് ഇടാതെ തന്നെ വേലി കെട്ടിയ വഴികളും ഓട് മേഞ്ഞ വീടുകളും ഒക്കെയുള്ള ഉത്സവ പറമ്പുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാണ് ആൾക്കാർ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു രസം ഇപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ ചില റീൽസ് ഒക്കെ കാണില്ലേ, ഇതുപോലത്തെ ഒരു ഗ്രാമം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഭയങ്കര നോർമലാണ്. അങ്ങനത്തെ ഗ്രാമങ്ങളെ അവിടെ ഉള്ളൂ. അതല്ലാത്തത് കാണാനാണ് ബുദ്ധിമുട്ട്. ഞാൻ രാമരായത്തിന്റെ സമയത്ത് അവിടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്നപ്പോ ഫെബിൻ ഉണ്ട് കണ്ണൂരിൽ. അവന് ഭയങ്കര വേലി കിട്ടിയ വീടൊക്കെ ഇവിടെ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേലി എന്റെ വീടിന് ഇപ്പോഴും വേലിയാണ്. ഇപ്പോഴും ഒറ്റപ്പാലത്ത് മറ്റേ ഇല്ലിപ്പടികളൊക്കെ ഉള്ള വീടുണ്ടല്ലോ, മുള്ളുള്ള അതേപോലെ ഈ മണ്ണൊക്കെ ചാണകം മെഴുകി സ്റ്റെപ്പൊക്കെ അവര് ഒരു കാലത്ത് അങ്ങനെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള വീടുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു സെറ്റിങ് നമുക്ക് ഭയങ്കര ഈസിയാണ്. നമുക്ക് പരിധികളുടെ വഴി കൂടെ പോകുന്ന പോലെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒരു ആക്ഷൻ ഗൺ ഫൈറ്റ് ഒക്കെ ഉള്ള പരിപാടി വരുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ സിനിമയ്ക്ക് റെഫറൻസ് എടുക്കേണ്ടി വരും. ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യം പോലും ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെ സംഭവിക്കുക, ആൾക്കാർ പെരുമാറുക എന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ വിശാല് കൊല്ലം
ആണ് വിശാലിന്റെ ശരിക്കും സ്ഥലം. അപ്പൊ ഈ കഥയുടെ പല സ്ഥലത്തും ഒരു കൊല്ലം സ്വഭാവം ഉണ്ടായിരുന്നു, കൊല്ലം സ്ലാങ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനെ പൊളിച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള വീട്, ആ പരിസരത്ത് കൂടെ പോകുന്ന ട്രെയിന്, അവിടുത്തെ റെയിൽവേ കമാനം, തൊട്ടപ്പുറത്തെ പുഴ, ഇതെല്ലാം നമ്മൾ സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അല്ലാണ്ട് ഇതൊന്നും സ്ക്രിപ്റ്റ് സെറ്റ് അതൊക്കെ അതിനകത്തോട്ട് കൊണ്ടുവന്നു. അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള വഴിയാണെന്നും ഒക്കെ നമ്മൾ അങ്ങോട്ട് സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്തു. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തത്. നമുക്ക് കിട്ടിയ സൗകര്യങ്ങളെല്ലാം ഇപ്പൊ അതിനകത്തൊരു അലമാര കാണിക്കുന്നില്ലേ, അതാ വീടിനകത്ത് അലമാര, അങ്ങനെയാണ്. അല്ലാതെ അതൊരു ആർട്ട് അലമാരയല്ല. അങ്ങനെ നമ്മൾ ആ പടം ശരിക്കും പറഞ്ഞ ചെയ്തെടുത്തത്. എന്തൊക്കെയാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, തീരെ നിവൃത്തിയില്ലാത്ത സംഭവങ്ങളെ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുള്ളൂ ആ പടത്തിന് വേണ്ടിയിട്ട്. ഒരു കാലത്ത് മലയാള സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് ഭാഷ എന്ന് പറയുന്നത് ഒറ്റപ്പാലത്തെ ഭാഷയായിരുന്നു. പിന്നെ അത് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. പിന്നെ ഒറ്റപ്പാലം ഭാഷ ഉപയോഗിക്കുന്ന ഒരു ട്രോൾ മെറ്റീരിയൽ പോലെ ആയി തുടങ്ങി. പക്ഷെ കുറെ കാലത്തിന് ശേഷം ഒതന്റിക് ആയിട്ട് ആളുകൾ ഉവ്വോ ഉണ്ടോ ഇല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഒരു സുഖമുണ്ട്. അല്ല, ഇതില് ഒറ്റപ്പാലം ഭാഷ എന്ന് പറഞ്ഞിട്ട് അത് ഈ ട്രോൾ മെറ്റീരിയൽ ആവുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഒറ്റപ്പാലത്തുകാരല്ലാത്ത ആൾക്കാർ അത് ഉപയോഗിച്ചപ്പോഴാണ്. അത് ഇപ്പം തിരുവിതാംകൂറിലുള്ള ആളുകൾ ഈ ലാംഗ്വേജിനെ കുറിച്ച് ഒട്ടും അറിയാത്ത ആൾക്കാർ. അപ്പൊ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന കാലത്ത് അങ്ങനെയുള്ള ആളുകൾ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഡബിങ് സമയത്ത് മാത്രം എന്നെ വിളിക്കുക. ഞാൻ നല്ല കാശ് മേടിക്കായിരുന്നു ഈ സ്ലാങ് കറക്ഷന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇവര് എല്ലാം ഈ നമ്പൂരിമാര് ഉപയോഗിക്കുന്ന ഭാഷയിലാണ്. ഒറ്റപ്പാലത്ത് ഇല്ല അങ്ങനെയൊന്നും ആരും പറയില്ല. വള്ളവനാടിന്റെ ഒരു റിയൽ സ്ലാങ് ഉണ്ട്. ആ റിയൽ സ്ലാങ് എന്ന് പറയുന്നത് ഓരോ കമ്മ്യൂണിറ്റിക്കും വേറെ സ്ലാങ് ഉണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി സംസാരിക്കുന്ന ഒറ്റപ്പാലം ഭാഷ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സംസാരിക്കുന്ന ഒറ്റപ്പാലം ഭാഷ, നമ്പൂരിമാര് സംസാരിക്കുന്നത് വേറെ, നായന്മാര് സംസാരിക്കുന്നത് വേറെ, ഈഴവര് സംസാരിക്കുന്നത് വേറെ, ഹരിജൻസ് സംസാരിക്കുന്നത് വേറെ. ഭയങ്കര വ്യത്യാസമുണ്ട്. അത് നന്നായി അറിയുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അത് പിടികിട്ടും. നമ്മുടെ സിനിമയിലും TV സീരിയൽസുമാണ് അവസാനം അത് ചളകുളമാക്കി വെച്ചാൽ കംപ്ലീറ്റ് നമ്പൂരിമാര് സംസാരിക്കുന്ന ഇല്ലത്തേക്ക് പോവാ അങ്ങനെയൊന്നും അപ്പൊ ഈ കോലാഹലത്തിലാണ് കുറെ കാലത്തിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള ഭാഷ. ഈ എഴുത്തിലെ കുറെ കാലത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ സ്പോർട്സ്, അതായത് കേരളത്തിന്റെ ഭൂമികയിൽ വളരെ റയറായിട്ട് അങ്ങനെ സ്പോർട്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള തമാശകൾ വന്നിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്ത് ഈ ആളുകൾ അർജന്റീന ബ്രസീൽ റൈവലറി ഉപയോഗിക്കാത്ത എന്നുള്ളത്. ഇപ്പൊ അർജന്റീന ഫാൻസ് കാസർഗോഡിൽ വന്നിട്ടുണ്ടെങ്കിലും അത് അർജന്റീന ഫാൻസ് അവരുടെ പെർസ്പെക്റ്റീവിൽ മാത്രമായിരുന്നു. ബ്രസീൽ അർജന്റീന ആ ഐഡിയ എങ്ങനെ കിട്ടി? അത് രസമായിരുന്നു. പ്രത്യേകിച്ച് ഈ സൗദിയിലെ ചായ കുടിക്കണം. അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മരണ വീട്ടിലെ ബ്രോ. അപ്പോൾ ഒരുപാട് എല്ലാവരും മരിച്ചു കിടക്കുന്ന ഒരു ഒറ്റ ഫീലിംഗിലേക്കാണ് എല്ലാവരും വരുന്നത്. ഒരു ഇമോഷണൽ കൈൻഡ് ഓഫ് സാധനമാണല്ലോ. പക്ഷെ ആ വീട്ടിലും ഈ പറഞ്ഞ പോലെ അന്ന് വൈകുന്നേരം ഒരുമിച്ചിരുന്ന് വെള്ളമടിച്ച ആൾക്കാരും പുറത്ത് ആൾക്കാരും പുറത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ അടികൂടിയ ആൾക്കാരും അതുപോലെ തന്നെ കാലങ്ങളായിട്ട് പിന്നെ എവിടെയൊക്കെയോ താമസിച്ച മരുമക്കളൊക്കെ തിരിച്ചു വരുന്ന കുറേ കാലങ്ങളായിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ഇമോഷൻസിന്റെ ഒരു സങ്കലനമാണ്. പക്ഷെ അവിടെ ഒന്നും ആർക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും ഒരു സൈലന്റ് പിടിച്ച് നിൽക്കുകയും വേണം, കാരണം മരണമാണ് മുന്നേ നടക്കുന്നത്. അപ്പം അതുപോലെ ആണ് ഇവിടെയും ഇതേപോലൊരു ഈ സംഭവം നടക്കുന്നത്. ഒരു ബ്രസീൽ കാമറൂൺ മത്സരം നടക്കുന്ന ദിവസമായിട്ടാണ് നമ്മൾ വെച്ചേക്കണത്. അത് ഏതാണ്ട് 11 മണിക്കാണ് ഈ സാധനം നടന്നത്. അതേ സമയത്താണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു ഇങ്ങനെ ചിന്തിച്ചു, ആ സമയത്ത് അങ്ങാണെങ്കിൽ അവരും വരട്ടെ, അവരും ആ നാട്ടിലെ ആൾക്കാരാണല്ലോ, ഉറപ്പായിട്ട് അവർ വരണമല്ലോ. അങ്ങനെയാണ് അവരെ എത്തിച്ചത്. ഈ ചിത്രശലഭം, പൂക്കൾ, ഷർട്ടുകൾ അതൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് വരുന്നതാ? അല്ല, അതൊക്കെ ഇദ്ദേഹത്തിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളാണ്. ഭർത്താവ് അതെ. അപ്പൊ ഞാൻ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മതി, കണ്ട ഒരുമാതിരി കണ്ണടിച്ചു പോകുന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി